ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ആഷ്ലി റോയ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. 2024 ജാനുവരി 1 തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സാക്ഷ്യമാണ്. 2023 +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കര പാടുള്ള ലാംഗ്വേജാണ്. ആദ്യമൊക്കെ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ കരയാനേ എനിക്ക് നേരമുള്ളായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ പഠിച്ച് പോകുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. എന്നാലും എനിക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ എക്സാം ഒത്തിരി വട്ടം എഴുതി. അങ്ങനെ എക്സാം ഒന്നും എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ ഫ്രണ്ട് വഴി അമ്മയൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മാതാവുണ്ട് കൃപാസനത്തിൽ ആലുവയിൽ. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാനൊരു എക്സാം എഴുതാൻ പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഇവിടെ കിട്ടിയ പത്രമൊക്കെ ഞാൻ കൊടുക്കാൻ പോയി. അപ്പം ഒരു വട്ടം ഞാനിങ്ങനെ പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കൊന്നും വേറെ പണിയില്ലേ, നീയൊക്കെ എന്തിനാ ഇത് കൊടുത്ത് നടക്കുന്നേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അന്ന് എക്സാം എഴുതുന്നതിന് രാവിലെയാണ് ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആ ചേട്ടന് വേണ്ടി അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ ചേട്ടന് ഇങ്ങനെയൊന്നും തോന്നരുതേ മാതാവേ, ആ ചേട്ടനെ അനുഗ്രഹിക്കണേ, ആ ചേട്ടൻ്റെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ചേട്ടൻ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എഴുതിയ എക്സാം പരീക്ഷ ഞാൻ പറഞ്ഞ എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചത് എന്താണെന്ന് പോലും ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആ പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ 2 എണ്ണമാണ് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് ഒരു സ്ഥലത്തും ഡേറ്റ് കിട്ടുന്നില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. അവസാനം ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ഡേറ്റ് കിട്ടി. അത് കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂർ പോയി എഴുതി. ഞാൻ ഇവിടുന്ന് തമിഴ് പത്രമൊക്കെ മേടിച്ചു കോയമ്പത്തൂർ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു. ആ പരീക്ഷ ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കി ഞാൻ പാസ്സായി. പിന്നെയും ഞാൻ ഡേറ്റ് എടുത്തു, ബാംഗ്ലൂർ പോയി. അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ പോകുന്ന ഏജൻസിയിൽ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഏപ്രിൽ 30 വരെ സമയം തരത്തുള്ളൂ, അത് കഴിഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. ജർമ്മനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഏപ്രിലും സെപ്റ്റംബറിലും ഇൻടേക്കുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏപ്രിൽ 30 കഴിഞ്ഞാൽ നിനക്ക് സമയമില്ല, പിന്നെ നിനക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ അടുത്ത വർഷമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ എൻ്റെ 2 വർഷം പോയി. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് എന്താണെന്നറിയത്തില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഡിഗ്രിക്ക് പോകുന്നു, നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നു, ഉള്ളവരൊക്കെ ജർമ്മനിക്ക് പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചവരെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏപ്രിൽ 30 ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം എഴുതി. ആ എക്സാമും ഞാൻ പാസ്സായി. എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റി. അന്ന് വൈകിട്ട് എന്നെ വിളിച്ചു അവർ, നിനക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കണോ വേണ്ടയോ എന്ന്. റിസൾട്ട് അന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എക്സാമിന് എഴുതി കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. ആ കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ചിട്ട് ചോദിച്ചു, മാതാവേ ഞാൻ ഡേറ്റ് എടുക്കണോ, നീ പറ, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുക, നീ ഡേറ്റ് എടുക്കാൻ പറ, കുഴപ്പമില്ല, നീ ഡേറ്റ് എടുക്കാൻ പറ. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. പരീക്ഷ വന്നു, ഞാൻ എക്സാം റിസൾട്ട് വന്നു, ഞാൻ എക്സാം പാസ്സായി. എനിക്ക് ഈ വിസയും കിട്ടി. ഈ വരുന്ന സെപ്റ്റംബറിൽ ഞാൻ ജർമ്മനിലേക്ക് പോവുകയാണ്. എൻ്റെ ചേച്ചി ഇതുപോലെ നഴ്സിംഗ് ആന്ധ്രയിലാണ് പഠിക്കാൻ പോയത്. നല്ലപോലെ പഠിക്കുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ തൊട്ട് അവൾക്ക് സപ്ലി കിട്ടിയപ്പോൾ ഇവളുടെ കയ്യിൽ ഇതൊന്നും നിൽക്കുന്നില്ല. ഇവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് എന്നെ എന്നും വിളിച്ച് പറയും, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മാത്രം, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം പാസ്സായി, എൻ്റെ കൂട്ടുകാരൊക്കെ പാസ്സായി, എനിക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഇയറിൽ അവൾ സപ്ലി കിട്ടി. പിന്നെ സപ്ലി കിട്ടി. തേർഡ് ഇയറിൽ സപ്ലി കിട്ടി. അത് ഭയങ്കരമായിട്ട് അവളെ തളർത്തി. നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്കറിയാം, തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് നേഴ്സിംഗ് പിന്നെ എഴുതണം. അപ്പം ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ കാര്യം നടന്നില്ലല്ലോ, അവളുടെ കാര്യം ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി വിടണേ മാതാവേ. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ് അവൾ. ഒത്തിരി വചനം ഒക്കെ എഴുതി എന്നും പ്രാർത്ഥിക്കും, മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനിവിടെ ഒരു വട്ടം വന്നപ്പോൾ, അവൾ അവധിക്ക് വന്നപ്പം, 4th ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവധിക്ക് വന്നപ്പം ഞാൻ അവൾക്ക് ഇവിടുന്ന് മേടിച്ച തൈലവും
അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് മാതാവിൻ്റെ ഫോട്ടോയും കൊന്തയൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ അവളുടെ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, എടി നീ പേടിക്കണ്ട, മാതാവുണ്ട് കൂടെ. പേടിച്ച് കഴിഞ്ഞാൽ പിശാച് നിന്റെ ദേഹത്ത് കയറും. അപ്പം നീ അങ്ങനെ ഒന്നും ഓർക്കരുത്, നമ്മൾ ജയിക്കും, രക്ഷപ്പെടും, അങ്ങനെ ചിന്തിക്കാവുള്ളൂ. മാതാവ് കൂടെയുണ്ട്, എന്ത് വന്നാലും നീ മാതാവിനെ പിടിക്കാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവൾ ശരിക്കും 4th ഇയറിൽ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവൾ എക്സാം പാസ്സായി. അത് ശരിക്കും നല്ലൊരു വിജയമായിരുന്നു എൻ്റെ ചേച്ചിക്കും എനിക്കും. എൻ്റെ കുടുംബത്തിനും ഒത്തിരി മാതാവ് അനുഗ്രഹങ്ങൾ തന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടുന്ന എന്ത് ഇതാണെങ്കിലും ജോലിയാണ്, അതിൽ കിട്ടുന്ന ആദ്യത്തെ സാലറി അത് ഞാൻ മാതാവിന് വേണ്ടി കൊടുക്കും, ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി. അങ്ങനെ എനിക്ക് കിട്ടിയ സാലറിക്ക് ഞാൻ ഒരു അബ്രോഭവനിൽ പോയി കൊടുക്കുമായിരുന്നു, ഞാനും എൻ്റെ അമ്മയും. അതുപോലെ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത കാലത്തും ഒന്നുമില്ലാത്ത കാലത്തും ഞങ്ങൾ ആർക്കെങ്കിലും സഹായം കൊടുക്കും. ഇവിടെ പോയി എല്ലാവർക്കും ചെയ്തു കൊടുക്കും. വീട്ടിൽ വരുന്നവർക്ക് ഞങ്ങൾ ആരെയും വെറും കൈയോടെ വിടത്തില്ല. ഒന്നെങ്കിൽ ഭക്ഷണമായിട്ട്, പൈസയായിട്ടാണെങ്കിലും വസ്ത്രമായിട്ടാണെങ്കിലും ഞങ്ങൾ ഒത്തിരി കൊടുക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഈ യാത്ര ചെയ്യുമ്പം ഛർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലവേദന, ഛർദി, തലകറക്കം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് എൻ്റെ കോട്ടയം ജില്ല വരെ ഒന്നും പോകാൻ പോലും എനിക്ക് പറ്റത്തില്ല, അത്രയും തലകറക്കമായിരുന്നു. ഇപ്പോൾ എനിക്ക് എങ്ങോട്ട് എറണാകുളമോ കൊച്ചിയോ ഇപ്പം തിരുവനന്തപുരമൊക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യും, ഒരു കുഴപ്പമില്ല. അത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ട് പോലും ഇല്ലായിരുന്നു. ആ കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഒത്തിരി പേര് എന്നെ തളർത്തിയായിരുന്നു, നീ രക്ഷപ്പെടത്തില്ല, നീ നന്നാൻ പോകത്തില്ല. എൻ്റെ റിലേറ്റീവ് തന്നെ എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ മോളുടെ 2 വർഷം പോയി, നിൻ്റെയും അതുപോലെ തന്നെ പോകും, വെറുതെ എന്തിനാ കാശ് കളയുന്നത്. അതുപോലെ തന്നെ പപ്പാനെയും അമ്മേനെ ഒത്തിരി പേര് കുറ്റപ്പെടുത്തി. 2 പെൺമക്കളല്ല, അവർക്ക് വേണ്ടി എന്തിനാ ഇത്ര കാശൊക്കെ കൊടുക്കുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു. എന്നാലും എൻ്റെ പപ്പായും അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത്. ഞാൻ പരീക്ഷ നിർത്താൻ പോകാമെന്ന് പോലും പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടി മാതാവ് നീ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട, എല്ലാം ഉണ്ട്, മാതാവുണ്ട്. അങ്ങനെ ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞതിനും സാക്ഷ്യം പറയാൻ സമ്മതിച്ചതിനും ഒക്കെ ഒത്തിരി നന്ദി. ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. പറ്റുന്ന ദിവസങ്ങളിൽ കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും. അതുപോലെ തന്നെ ബൈബിള് വായിക്കും. ഞാൻ പണ്ടൊന്നും ഞാൻ ബൈബിള് വായിക്കുന്നത് പോലും ഇല്ലായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു ഇങ്ങനെ വായിക്കും. വലിയ ബുക്കായതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഒത്തിരിയായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ദുഃഖിച്ചിരിക്കുവാണെങ്കിൽ അതിനുള്ള ഉത്തരം കറക്റ്റ് ബൈബിൾ നമുക്ക് കാണിച്ചു തരും. എപ്പോഴും നീ വിജയിക്കും എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഒരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ദൈവം പരിപാലിക്കുന്ന ഒരു വലിയ രീതിയാണിത്. ഉടമ്പടിയെടുത്തവരെ വളരെ പേഴ്സണലി, വളരെ ഇൻറ്റിമസിയോടുകൂടിയാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത്. ഉടമ്പടിയിലായിരിക്കുന്നത് 2 വ്യക്തികളാണ്, ഞാനും എൻ്റെ ഈശോയും. അപ്പോൾ ഈശോയ്ക്ക് നമ്മോട് സംസാരിക്കാനായി ഒരു ഇൻറ്റിമസി, ഒരു പേഴ്സണൽ സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുവചന സന്ദേശം എങ്ങനെ പറയുന്നത്, അവിടുന്ന് മരുഭൂമിയിൽ ഏകാന്തതയിലൊക്കെ ആയിരിക്കുമ്പോൾ, നാം ഒറ്റപ്പെടുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മോട് സംസാരിക്കാൻ സാധിക്കുന്നത്. ഈ മകൾ പറഞ്ഞു, എനിക്ക് ബൈബിൾ ഒരു വലിയ ബുക്കായതുകൊണ്ട് എനിക്കത് ഒട്ടും വായിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇതൊരു അരമണിക്കൂർ നിബന്ധന പറഞ്ഞിട്ടുള്ളത് അതൊരു ജീവിത രീതിയായി തീർന്നപ്പോൾ അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള ടേസ്റ്റ് വർദ്ധിച്ച് എൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും എനിക്ക് വിശുദ്ധ ഗ്രന്ഥം മറുപടി നൽകി തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് വർദ്ധിക്കുന്നത്, ജീവിതത്തിൻ്റെ അഭിരുചി വർദ്ധിക്കുന്നത് നാം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. പലരും 1-2 ആഴ്ച കഴിയുമ്പോൾ ഉടമ്പടി എടുത്ത് ഓടി തിരിച്ചു വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ ജോസഫച്ചൻ അനുവദിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. നാം ഉടമ്പടി ജീവിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സാക്ഷ്യം പറയാനുള്ള അനുവാദമുള്ളൂ. അതുപോലെ തന്നെ പലരും ഇവിടെ വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയാനുള്ള ഒരു വലിയ നിബന്ധന ഇതാണ്, നാം അത് പൂർണ്ണമായും ജീവിച്ചാൽ മാത്രമേ നമുക്ക് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിലേക്ക് കയറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ മകൾക്ക് ഉണ്ടായിരുന്ന ഉടമ്പടിയിൽ നിയോഗത്തിൽ വയ്ക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി, ജർമ്മൻ വിസ കിട്ടുക എന്നതിലപ്പുറം ഒരുപാട് അസ്വസ്ഥതകളെ, വോമിറ്റിംഗ് സെൻസേഷൻ, എവിടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെയുള്ളായിരുന്ന ആ വോമിറ്റിംഗ് സെൻസേഷനൊക്കെ മകൾക്ക് മാറിക്കിട്ടി. ജീവിതത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്.
അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് 30 മേനി 60 മേനി 100 മേനി കൊയ്ത്ത് ശേഖരിക്കുന്നതിനെക്കുറിച്ച്. നാം ഓരോരുത്തരുടെയും ഒരു വിശ്വസ്തത മാറ്റുരച്ച് നോക്കുന്ന ഒരു മേനിയുടെ അളവാണത്. ഞാൻ എത്രമാത്രം കൊയ്തെടുത്തു. വിശ്വാസത്തിൽ കൊയ്യുന്നത് 30 മേനിയാണെന്നും വിശ്വസ്തതയിൽ കൊയ്യുന്നത് 60 മേനിയാണെന്നും 100 മേനിയിൽ കൊയ്യുന്നത് ഈശോയോടുള്ള സ്നേഹമാണെന്നും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്ന ആ 100 മേനി വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. സ്നേഹം എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈശോ മാത്രം മതി. ഭൗതിക ആവശ്യങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജർമ്മൻ ഭാഷ പഠിക്കുന്നവരെയും വിദേശങ്ങളിൽ പോകാനായി വിസ തടസ്സമുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, എല്ലാ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.